ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിൻഡോജു. ഞാൻ രഘുനന്ദനൻ എം പി. കേരള PSC LDC LGS എക്സാമുകൾക്കായി നമ്മൾ ചെറിയ ടോപ്പിക്കുകൾ വെച്ച് മോക്ക് ടെസ്റ്റാണ്. ആ മോക്ക് ടെസ്റ്റിൻ്റെ 13ാമത്തെ വീഡിയോ ആണിത്. ഇതിനു മുമ്പും ചില വീഡിയോ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണുക. ഇന്ന് നമ്മൾ കേരള പത്രപ്രവർത്തനത്തിൻ്റെയും പത്രങ്ങളുടെയും ചരിത്രവുമായി ബന്ധപ്പെട്ട 21 ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, CV കുഞ്ഞിരാമൻ ഏത് ദിനപത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളതാണ്. എ മലയാള മനോരമ, ബി മാതൃഭൂമി, സി മാധ്യമം, ഡി കേരള കൗമുദി. CV കുഞ്ഞിരാമൻ കേരള കൗമുദി ദിനപത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എ കേരളമിത്രം, ബി ദീപിക, സി രാജ്യസമാചാരം, ഡി മലയാള മനോരമ. ശരിയായ ഉത്തരം രാജ്യസമാചാരമാണ് മലയാളത്തിൻ്റെ ആദ്യത്തെ വർത്തമാന പത്രം. രാജ്യസമാചാരം എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? എ കണ്ടത്തിൽ വർഗീസ് മാപ്പിള, ബി ഹെർമൻ ഗുണ്ടർട്ട്, സി ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ, ഡി KP കേശവ മേനോൻ. ശരിയായ ഉത്തരം രാജ്യസമാചാരം എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ഹെർമൻ ഗുണ്ടർട്ടാണ്. കേരള കൗമുദി എന്ന ദിനപത്രം ആരംഭിച്ചത് ആരാണ്? എ KP കേശവ മേനോൻ, ബി CV കുഞ്ഞിരാമൻ, സി മാണി കത്തനാർ, ഡി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. കേരള കൗമുദി എന്ന പത്രം ആരംഭിച്ചത് CV കുഞ്ഞിരാമനാണ്. മലയാള മനോരമ പത്രം ആരംഭിച്ച വർഷം ഏതാണ്? മലയാള മനോരമ പത്രം ആരംഭിച്ച വർഷം ഏതാണ്? എ 1847, ബി 1890, സി 1911, ഡി 1923. മലയാള മനോരമ പത്രം ആരംഭിച്ച വർഷം 1890. മാതൃഭൂമി ദിനപത്രം ആരംഭിച്ച വർഷം. മാതൃഭൂമി ദിനപത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം. എ 1847, ബി 1890, സി 1911, ഡി 1923. ശരിയുത്തരം 1923 മലയാള മനോരമ ദിനപത്രം മാതൃഭൂമി ദിനപത്രം ആരംഭിച്ച വർഷം 1923. മലയാള മനോരമ 1890. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്?
എ കണ്ടത്തിൽ വർഗീസ് മാപ്പിള, ബി ഹെർമൻ ഗുണ്ടർട്ട്, സി ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ, ഡി കെ പി കേശവ മേനോൻ. കേരള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന മാതൃഭൂമിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന മാതൃഭൂമിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? എ ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ, ബി കെ പി കേശവ മേനോൻ, സി കണ്ടത്തിൽ വർഗീസ് മാപ്പിള, ഡി മുഹമ്മദ് അബ്ദുറഹിമാൻ. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന മാതൃഭൂമിയുടെ ആദ്യ പത്രാധിപർ കെ പി കേശവമേനോനാണ്. മലയാളത്തിൽ ആദ്യമായി ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച പത്രം ഏതാണ്? മലയാളത്തിൽ ആദ്യമായി ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച പത്രം ഏത്? എ മലയാള മനോരമ, ബി മാതൃഭൂമി, സി കേരള കൗമുദി, ഡി ദീപിക. മലയാളത്തിൽ ആദ്യമായി ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച പത്രം ദീപികയാണ്. ഡി ദീപികയാണ്. അടുത്ത ചോദ്യം, അൽ അമീൻ എന്ന പത്രത്തിന്റെ സ്ഥാപക പത്രാധിപർ ആരായിരുന്നു? അൽ അമീൻ എന്ന പത്രത്തിന്റെ സ്ഥാപക പത്രാധിപർ ആരായിരുന്നു? എ കണ്ടത്തിൽ വർഗീസ് മാപ്പിള, ബി മുഹമ്മദ് അബ്ദുൽ റഹിമാൻ, സി ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ, ഡി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. മുഹമ്മദ് അബ്ദുൽ റഹിമാനാണ്. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായ വാസനാവികൃതിയുടെ കർത്താവ് ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായ വാസനാവികൃതിയുടെ കർത്താവ് ആരാണ്? എ കണ്ടത്തിൽ വർഗീസ് മാപ്പിള, ബി മുഹമ്മദ് അബ്ദുൽ റഹിമാൻ, സി ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ, ഡി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായ വാസനാവികൃതിയുടെ കർത്താവ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. കേരളമിത്രം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? കേരളമിത്രം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? എ കണ്ടത്തിൽ വർഗീസ് മാപ്പിള, ബി ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ, സി ഹെർമൻ ഗുണ്ടർട്ട്, ഡി കെ പി കേശവ മേനോൻ. കേരളമിത്രം കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. കണ്ടത്തിൽ വർഗീസ് മാപ്പിള നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, മലയാള മനോരമയുമായി കൂടി ബന്ധപ്പെട്ടതാണ്. ദീപിക പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? ദീപിക പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? എ കണ്ടത്തിൽ വർഗീസ് മാപ്പിള, ബി കെ പി കേശവ മേനോൻ, സി മാണി കത്തനാർ, ഡി ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ.
ദീപിക പത്രത്തിന്റെ ആദ്യ പത്രാധിപർ മാണി കത്തനാറാണ്. ഏറ്റവും പഴക്കമുള്ള മലയാള ദിനപത്രം ഏതാണ്? അടുത്ത ചോദ്യം, ഏറ്റവും പഴക്കമുള്ള മലയാള ദിനപത്രം ഏതാണ്? എ മലയാള മനോരമ, ബി കേരള കൗമുദി, സി ദീപിക, ഡി മാതൃഭൂമി. ദീപികയാണ്. ഏറ്റവും ആദ്യം ആരംഭിച്ച പത്രം രാജസമാചാരം ഹെർമൻ ഗുണ്ടർട്ടിൻ്റെതാണെങ്കിലും ദീപികയാണ് മാണി കത്തനാർ പത്രാധിപരായിരുന്ന ആദ്യകാല പത്രാധിപരായിരുന്ന ദീപികയാണ് ഇപ്പോഴും പ്രസിദ്ധീകരിക്കുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള പത്രം. കേരള പത്രിക എന്ന പത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപർ ആരായിരുന്നു? കേരള പത്രിക എന്ന പത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപർ ആരാണ്? എ ഹെർമൻ ഗുണ്ടർട്ട്, ബി കെ പി കേശവ മേനോൻ, സി ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ, ഡി കണ്ടത്തിൽ വർഗീസ് മാപ്പിള. ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ് കേരള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ചെങ്കുളത്ത് കുഞ്ഞിരാമൻ മേനോനാണ് കേരള പത്രിക എന്ന പത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപർ. കേരള സഞ്ചാരി എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? കേരള സഞ്ചാരി എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? എ ഹെർമൻ ഗുണ്ടർട്ട്, ബി കെ പി കേശവ മേനോൻ, സി ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ, ഡി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. കേരള സഞ്ചാരി എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാറാണ്. 1890 മാർച്ച് 22 പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമേത്? 1890 മാർച്ച് 22 പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം ഏത്? എ മാതൃഭൂമി, ബി കേരള കൗമുദി, സി മലയാള മനോരമ, ഡി ദീപിക. 1890 മാർച്ച് 22 പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം മലയാള മനോരമയാണ്. മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രമായ രാജസമാചാരം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം? മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രമായ രാജസമാചാരം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം? എ 1890, ബി 1847, സി 1911, ഡി 1923. മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രമായ രാജസമാചാരം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1847. ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം രാജസമാചാരം. കേരള കൗമുദി 1911 ആരംഭിച്ചു. മാതൃഭൂമിയുടെ ആദ്യ പത്രാധിപർ മാണി കത്തനാർ. കേരള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. മാതൃഭൂമിയുടെ ആദ്യ പത്രാധിപർ മാണി കത്തനാർ എന്നുള്ളതാണ് ഇതിലെ തെറ്റ്. മാതൃഭൂമിയുടെ ആദ്യ പത്രാധിപർ കെ പി കേശവമേനോനായിരുന്നു. മാണി കത്തനാർ ദീപിക പത്രത്തിൻ്റെതാണ്. ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയായ ജോഡി?
ഇനി പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കേരളമിത്രം ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ, അൽ അമീൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള, കേരള പത്രിക വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ, കേരള സഞ്ചാരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ കേട്ടോ, നായരല്ല നായനാരാണ്. പറയുന്നവയിൽ ശരിയായ ജോഡി, ഇനി പറയുന്നവയിൽ ശരിയായ ജോഡി കേരള സഞ്ചാരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ്. കേരള പത്രിക ചെങ്കുളത്ത് കുഞ്ഞിരാമനാണ്. അൽ അമീൻ മുഹമ്മദ് അബ്ദുറഹിമാനാണ്. കേരളമിത്രം നമുക്കറിയാം വർഗീസ് മാപ്പിളയാണ്. അപ്പോൾ അതിലെ ശരിയായ ജോഡി കേരള സഞ്ചാരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ, വാസനാവികൃതിയുടെ കർത്താവ്. ഹെർമൻ ഗുണ്ടർട്ട് ഏത് പത്രത്തിൻ്റെ സ്ഥാപകനാണ്? എ കേരളമിത്രം, ബി ദീപിക, സി രാജസമാചാരം, ഡി മലയാള മനോരമ. ഹെർമൻ ഗുണ്ടർട്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രാജസമാചാരം എന്ന പത്രത്തിൻ്റെ സ്ഥാപകനാണ്. അപ്പോൾ അടുത്ത വിഷയവുമായി അടുത്ത ക്ലാസ്സിൽ വരാം. ഈ സീരീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയണം, കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് വരാം. ഇപ്പോൾ നമ്മൾ ഹോട്ട് ടോപ്പിക്സ് ആണ് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതൊരു വിഷയമെടുത്ത് അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ PDF കിട്ടാൻ, ഇതിൽ നിന്നുള്ളൊരു ഓൺലൈൻ എക്സാം ചെയ്യാൻ ഒക്കെ തന്നെ താഴെ ലിങ്ക് ഉണ്ട്. തുടർച്ചയായിട്ടുള്ള ഓൺലൈൻ എക്സാമുകളും മറ്റു കാര്യങ്ങൾ, അത് PSCയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്കും താഴെ നൽകിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.